ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ നായ ഏതാണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുക? എൻ്റെ മനസ്സിലുള്ള ഏറ്റവും പ്രശസ്തനായ നായ ഹാച്ചിക്കോയാണ്. ഞാനിന്ന് ഹാച്ചിക്കോയുടെ കഥ പറഞ്ഞുതരാം. ഇത് ജപ്പാനിലുള്ളൊരു നായയായിരുന്നു. 1920 നവംബർ മാസത്തിലാണ് ഇവൻ്റെ ജനനം. നവംബർ 10 പറയുന്നുണ്ട്. എന്തായാലും 10-നും 20-നും ഇടയ്ക്കുള്ള ഏതോ ഒരു ദിവസത്തിലാണ്. ഒഡാറ്റെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കർഷകൻ്റെ ഫാമിലായിരുന്നു ഇവൻ ജനിച്ചത്. ഈ സമയത്ത് ടോക്കിയോയിലെ ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റിയിലെ ഹിഡസാബുറോ യൂനോ എന്നു പേരുള്ള ഒരു അധ്യാപകന് അക്കിത വർഗത്തിൽപ്പെട്ട ഒരു നായയെ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇത് അദ്ദേഹം തൻ്റെ പല വിദ്യാർത്ഥികളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വിദ്യാർത്ഥിക്ക് ഈ കർഷകൻ്റെ ഫാമിലുണ്ടായ ഈ നായ, അത് അക്കിത വർഗത്തിൽപ്പെട്ട നായയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു നായക്കുട്ടിയായിരുന്നു. അപ്പോൾ അതിനെ ഈ പ്രൊഫസർക്ക് സമ്മാനം കൊടുത്തേക്കാമെന്ന് കരുതിയിട്ട് ആ വിദ്യാർത്ഥി ഈ നായ എടുത്തുകൊണ്ട് വന്ന് ഈ പ്രൊഫസർക്ക് കൊടുത്തു. അപ്പോൾ ഈ നായയ്ക്ക് ഏകദേശം 50 ദിവസം മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ഈ നായയെ കിട്ടിയിട്ട് ഏകദേശം 20 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഈ പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ഷിബുയയിലെത്തിയത്. അപ്പോഴേക്കും ഇത് വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. പ്രൊഫസറിൻ്റെ ജീവിത പങ്കാളിയുടെ പേര് സക്കാനോ എന്നായിരുന്നു. ഇവർ നിയമപരമായിട്ട് വിവാഹം കഴിച്ചിരുന്നില്ല. അപ്പോൾ ഈ സക്കാനോയും പ്രൊഫസർ യൂനോയും കൂടെ വളരെ നന്നായിട്ട് പരിചരിച്ചിട്ടാണ് ഇതിൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടിയത്. ചെറിയ നായ്ക്കുട്ടിയായിരുന്നത് കാരണം ഒരുപാട് യാത്ര അതിനെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരുന്നു. അങ്ങനെ പ്രൊഫസറിന് വളരെ പ്രിയപ്പെട്ട ഒരു നായ്ക്കുട്ടിയായിട്ട് ഇത് മാറി. അദ്ദേഹം അതിന് ഹാച്ചി എന്നാണ് പേരിട്ടത്. ഹാച്ചി എന്ന വാക്കിനർത്ഥം 8 എന്നാണ്. ജപ്പാൻകാർ വളരെ ഭാഗ്യമുള്ളൊരു നമ്പറായിട്ട് 8നെ കരുതുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 8 എന്നർത്ഥം വരുന്ന ഹാച്ചി എന്ന പേര് ഈ നായ്ക്കുട്ടിക്ക് അദ്ദേഹം കൊടുത്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ഈ ഹാച്ചി എന്ന പേരിനോട് കോ എന്നും കൂടെ ചേർത്ത് ഹാച്ചിക്കോ എന്ന് ഈ നായയെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഹാച്ചിക്കോ വളരെ പ്രിയപ്പെട്ടവനായിട്ട് യൂനോയുടെ വീട്ടിൽ വളർന്നു. അദ്ദേഹത്തിന് ഇതിനെ കൂടാതെ വേറെ 2 നായ്ക്കൾ കൂടി ഉണ്ടായിരുന്നു. മക്കളില്ലാത്തതിനാൽ ഈ നായ്ക്കളോട് അദ്ദേഹം വളരെയധികം വാത്സല്യം പ്രകടിപ്പിച്ചിരുന്നു, പ്രത്യേകിച്ചും ഹാച്ചിക്കോയോട്. ഹാച്ചിക്കോ പലപ്പോഴും പ്രൊഫസറുടെ കട്ടിലിനടുത്ത് തന്നെ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. ഇതിന് ചങ്ങലയോ ബെൽറ്റോ ഒന്നും അദ്ദേഹം ഇടാറുണ്ടായിരുന്നില്ല. വളരെ സ്വതന്ത്രനായിട്ട് കഴിയാൻ അതിനെ അനുവദിച്ചു. എല്ലാ ദിവസവും രാവിലെ പ്രൊഫസർ ട്രെയിനിലാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 നായ്ക്കളും അദ്ദേഹത്തോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ വരെ ചെല്ലും. ഷിബൂയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അദ്ദേഹം ട്രെയിൻ കയറി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടം വരെയും ഈ നായ്ക്കൾ കൂടെ ചെല്ലും. അതിനുശേഷം അവ തിരിച്ച് വീട്ടിലേക്ക് പോകും. വൈകുന്നേരം 3 മണിക്കാണ് പ്രൊഫസറിൻ്റെ ട്രെയിന് റെയിൽവേ സ്റ്റേഷനിൽ വരിക. ആ സമയമാകുമ്പോഴത്തേക്ക് ഈ 3 നായ്ക്കളും അവിടെ പോയി നിൽക്കും. പ്രൊഫസർ വന്നതിന് ശേഷം അവർ 4 പേരും കൂടി നടന്നാണ് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പ്രൊഫസറിൻ്റെ കൂടെ ഈ 3 നായ്ക്കൾ നടന്നു പോകുന്നത് കാരണം എല്ലാവരും ഇവരെ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. മറ്റ് 2 നായ്ക്കളും വല്ലപ്പോഴുമൊക്കെ വരാൻ വൈകിയാലും ഹച്ചിക്കോ ഈ പതിവ് മുടക്കാറേ ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും പ്രൊഫസർ വൈകിട്ട് വരുമ്പോൾ നായ റെയിൽവേ സ്റ്റേഷനിൽ കാണും. അദ്ദേഹത്തെ നോക്കിയിരിപ്പുണ്ടായിരിക്കും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഹച്ചിക്കോയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റും. മറ്റ് 2 നായ്ക്കളെക്കാളും കുറച്ചുകൂടെ സ്നേഹം അതിൻ്റെ യജമാനോട് ഹച്ചിക്കോയ്ക്കുണ്ടായിരുന്നു. മാത്രമല്ല, ഇത് ഈ അക്കിത എന്ന് പറയുന്ന നായവർഗത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അവരെ വളരെ സ്നേഹമുള്ള, വളരെ വിശ്വസ്തരായ നായകളാണ്. ഇതുകൂടാതെ ഈ അക്കിത വർഗത്തിൽപ്പെട്ട നായ്ക്കൾ നല്ല വലിപ്പമുള്ള നായ്ക്കളാണ്. ഹച്ചിക്കോ നല്ല വലിപ്പമുള്ള ഒരു നായയായിരുന്നു. വലിയ തലയും ഉയർന്നു നിൽക്കുന്ന ചെവികളും ത്രികോണാകൃതിയിലുള്ള ചെറിയ കണ്ണുകളും തടിച്ച് മുകളിലേക്ക് വളഞ്ഞ വാലും എല്ലാം ഈ നായ്ക്കളുടെ പ്രത്യേകതകളാണ്. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ നടന്നു പോകെ 1925 മെയ് 21 തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനായ യൂനോ ക്ലാസ്സിൽ കുഴഞ്ഞു വീണു. അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരിച്ചുപോയി. അവിടുന്ന് എന്തായാലും മൃതദേഹം ട്രെയിനിൽ വീട്ടിലേക്ക് കൊണ്ടുവരികയില്ലല്ലോ. ഇതൊന്നും അറിയാത്ത ഹച്ചിക്കോ അന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കൃത്യം 3 മണിക്ക് തന്നെ അവിടെ എത്തി ടിക്കറ്റ് കൗണ്ടറിനടുത്ത് കാത്തിരുന്നു. അതുവഴിയാണ് എല്ലാ ദിവസവും യജമാനൻ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് അദ്ദേഹം വന്നില്ല. അവൻ കാത്തിരുന്നു ഒരുപാട് നേരം. പിന്നീട് അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് അവൻ വീട്ടിലേക്ക് മടങ്ങി. എങ്ങനെയോ അവന് മനസ്സിലായി തൻ്റെ യജമാനൻ എന്തോ കുഴപ്പമുണ്ടെന്ന്. അവൻ കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം പോലും കഴിക്കാൻ തയ്യാറായില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രൊഫസർ യൂനോയുടെ ശവസംസ്കാര ചടങ്ങ് നടന്നത്. ആ ദിവസങ്ങളിലെല്ലാം 3 മണിയായപ്പോൾ ഹച്ചിക്കോ സ്ഥിരമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയും കുറേ നേരം കാത്തു നിന്നിട്ട് തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു. പ്രൊഫസറുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ആളുകൾക്കിടയിലൂടെ അവൻ മണം പിടിച്ച് നടന്നു. അദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടിക്കിടയിലേക്ക് നൂണ്ട് കയറാൻ അവൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്.
അവനെ അവിടെ നിന്ന് മാറ്റാനേ പറ്റിയില്ല എന്ന് പിന്നീട് ഹച്ചിക്കോയുടെ ജീവചരിത്രം എഴുതിയ പ്രൊഫസർ മയൂമി ഇറ്റോ എഴുതിയിട്ടുണ്ട്. പ്രൊഫസറുടെ പങ്കാളിയായിരുന്ന സക്കാനോ അദ്ദേഹത്തിൻ്റെ നിയമപരമായ ഭാര്യ അല്ലാത്തതിനാൽ അവർക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അദ്ദേഹത്തിൻ്റെ സ്വത്തിലോ അവകാശമുണ്ടായിരുന്നില്ല. അതോടെ അവർ ഒരു ചെറിയ വാടക വീട്ടിലേക്ക് താമസം മാറി. സാമാന്യം വലിയ ഒരു നായയായിരുന്ന ഹച്ചിക്കോയെ പോറ്റാനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ടോക്കിയോയിൽ തന്നെ കിമോണോ കട നടത്തിയിരുന്ന അവരുടെ ഒരു പരിചയക്കാരി ഹച്ചിക്കോയെ കൂട്ടിക്കൊണ്ടുപോയി. ഷിബുയയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററോളം ദൂരെ ഉണ്ടായിരുന്നു അവിടെ. എന്നാൽ പോലും എല്ലാ ദിവസവും വൈകിട്ട് 3 മണിയാകുമ്പോഴേക്ക് ഹച്ചിക്കോ ഷിബുയ റെയിൽവേ സ്റ്റേഷനിലെത്തുമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട യജമാനെ കാത്ത് കുറേ നേരം ഇരിക്കും, വിഷമത്തോടെ തിരിച്ചു വരും. കുറേ കാലം കഴിഞ്ഞതോടെ ടോക്കിയോയിലെ അസാക്കുസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് യൂനോയുടെ കുറച്ച് ബന്ധുക്കൾ വന്ന് ഈ ഹാച്ചിയെ കൊണ്ടുപോയി. അടുത്ത കുറച്ച് മാസങ്ങൾ ഷിബുയയ്ക്ക് പുറത്ത് അസാക്കുസയിലാണ് ഹാച്ചി ചെലവഴിച്ചത്. അസാക്കുസയിൽ കുറച്ച് മാസങ്ങളെ അവൻ താമസിച്ചുള്ളൂ. പക്ഷേ ആ കാലത്ത് വളരെ ദൂരമായിരുന്നതിനാൽ അവന് ഷിബുയയിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി ഷിബുയയിലെ യൂനോയുടെ പഴയ വീട്ടിലെത്തി. പിന്നീട് ആരൊക്കെ വന്ന് വിളിച്ചിട്ടും അവൻ എങ്ങോട്ടും പോകാൻ തയ്യാറായില്ല. അവൻ സ്ഥിരമായിട്ട് 3 മണിയാവുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട യൂനോയുടെ മുൻ തോട്ടക്കാരനായിരുന്ന കൊസാബൂറോ കൊബയാഷി അവനെ കൂട്ടിക്കൊണ്ടുപോയി. വളരെ കുട്ടിയായിരുന്ന കാലം മുതൽ ഹച്ചിക്കോയെ അറിയാവുന്ന ഒരാളായിരുന്നു ഈ തോട്ടക്കാരൻ. പ്രൊഫസർ യൂനോയുടെ വീടിനടുത്ത് തന്നെയായിരുന്നു ഈ തോട്ടക്കാരൻ്റെ വീടും. അങ്ങനെ അവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് കൃത്യമായിട്ട് 3 മണിയാകുമ്പോൾ ഷിബുയ റെയിൽവേ സ്റ്റേഷനിലെത്തി. മഴയോ വെയിലോ അവനെ പിന്തിരിപ്പിച്ചില്ല. ഒരിക്കലും തിരിച്ചു വരാത്ത തൻ്റെ പ്രിയപ്പെട്ട ഉടമയെ പ്രതീക്ഷിച്ച് ക്ഷമയോടെ അവൻ മണിക്കൂറുകൾ കാത്തു കിടക്കും. ടിക്കറ്റ് ഗേറ്റിൽ നിന്നുകൊണ്ട് യൂനോയെ തിരഞ്ഞ് ട്രെയിൻ ഇറങ്ങി വരുന്ന ഓരോ യാത്രക്കാരനെയും അവൻ സങ്കടത്തോടെ നോക്കും. ഒരുപാട് നേരം കാത്തിരുന്ന് അദ്ദേഹം ട്രെയിനിൽ വരുന്നില്ല എന്ന് കണ്ടതോടെ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇടയ്ക്ക് ഹച്ചിക്കോ സക്കാനോയെ കാണാനും പോകാറുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും തൻ്റെ യജമാനനെ കാത്തിരിക്കുക എന്ന പതിവ് ഹച്ചിക്കോ മുടക്കിയില്ല. അതിൻ്റെ കഴുത്തിൽ ബെൽറ്റോ ഒന്നും ഇല്ലാത്തത് കാരണം അതൊരു തെരുവ് പട്ടിയാണ് എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നത്. ഹച്ചിക്കോ എല്ലാ ദിവസവും ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത് അവിടുത്തെ ജോലിക്കാർക്കും യാത്രക്കാർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടായി തീർന്നു. കുട്ടികളൊക്കെ അതിനെ കളിയാക്കുകയും അതിനെ കല്ലെറിയുകയൊക്കെ ചെയ്തു. പലരും അതിനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിക്കുക പോലും ചെയ്തു. അങ്ങനെ ഈ കാത്തിരിപ്പിൽ ഹച്ചിക്കോ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ട് എന്നാൽ പോലും എല്ലാ ദിവസവും 3 മണിക്ക് തൻ്റെ യജമാനനെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക എന്നുള്ള പതിവ് അത് മുടക്കിയില്ല. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഹിരോകിച്ചി സെയ്റ്റോ എന്ന പേരായ ഈ പ്രൊഫസറുടെ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ നായയെ കണ്ടു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ നായയുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അതുവരെ മറ്റാരും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലുള്ള ആൾക്കാർ ഈ നായയോട് വളരെ ക്രൂരമായിട്ട് ഇടപെടുന്നതും ഈ വിദ്യാർത്ഥി ശ്രദ്ധിച്ചു. അങ്ങനെ അയാൾ ഒരു പത്രത്തിൽ ഈ നായയെപ്പറ്റി ഒരു ചെറിയ ലേഖനം പ്രസിദ്ധീകരിച്ചു. അത് വളരെ പെട്ടെന്ന് പൊതുജന ശ്രദ്ധ ആകർഷിക്കുകയും ലോകമെമ്പാടും ആ വാർത്ത പരക്കുകയും ചെയ്തു. അതിനുശേഷം ആൾക്കാർ ഈ ഷിബുയ സ്റ്റേഷനിലേക്ക് ഈ നായയെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നു തുടങ്ങി. അതിന് ആൾക്കാർ ഭക്ഷണം കൊടുത്തു തുടങ്ങി. എന്ന് കരുതി നായ തൻ്റെ പതിവ് മുടക്കിയൊന്നുമില്ല. എല്ലാ ദിവസവും 3 മണിയാകുമ്പോൾ അത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനിലേക്ക് കണ്ണു നട്ടിരിക്കും. ഓരോ യാത്രക്കാരിലും തൻ്റെ യജമാനുണ്ടോ എന്ന് പരതും. അവസാനം കുറേ നേരം കാത്തിരുന്നിട്ട് നിരാശയോടെ തിരിച്ചു പോകും. പ്രൊഫസർ മരിക്കുമ്പോൾ ഏകദേശം 18 മാസമായിരുന്നു ഹച്ചിക്കോയുടെ പ്രായം. 2025 പ്രൊഫസർ മരിക്കുന്നത്. 2034 വരെ ഹച്ചിക്കോ എന്ന നായ തൻ്റെ യജമാനെ കാത്തിരുന്നു. 2034 ഏപ്രിൽ 12 ഹച്ചിക്കോയുടെ ഒരു വെങ്കല പ്രതിമ ആ സ്റ്റേഷനിൽ സ്ഥാപിക്കുകയുണ്ടായി. താൻ പ്രശസ്തനായതോ തൻ്റെ പ്രതിമ സ്ഥാപിച്ചതോ ഒന്നും ഹച്ചിക്കോ ശ്രദ്ധിച്ചതേയില്ല. അത് എല്ലാ ദിവസവും പ്രൊഫസറെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. 2035 മാർച്ച് 8 വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഈ നായ മരണപ്പെട്ടത്. അത് തെരുവിൽ മരിച്ചു കിടക്കുകയായിരുന്നു. അതിനുശേഷം ഈ നായയുടെ ചിതാഭസ്മം പ്രൊഫസർ യൂനോയുടെ ശവകുടീരത്തിനടുത്ത് തന്നെയാണ് അടക്കം ചെയ്തത്. അതുമാത്രമല്ല, അതിനുശേഷം മരിച്ച സക്കാനോയുടെ ചിതാഭസ്മവും അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിനടുത്ത് അടക്കം ചെയ്തു. അങ്ങനെ ഹച്ചിക്കോയുടെ അചഞ്ചലമായ കാത്തിരിപ്പ്, അവൻ്റെ വിശ്വസ്തത ജപ്പാനിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് മാറി. ഒരുപാട് പുസ്തകങ്ങളും സിനിമകളും ഹച്ചിക്കോയെപ്പറ്റി ഇറങ്ങിയിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്ത് ലോഹത്തിന് വെങ്കലത്തിന് കുറവ് വന്നപ്പോൾ ഷിബുയ സ്റ്റേഷനിലെ ഹച്ചിക്കോയുടെ പ്രതിമ ഉരുക്കി യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് വീണ്ടും ആ പ്രതിമ അവിടെ തന്നെ സ്ഥാപിച്ചു. ആദ്യം ഹച്ചിക്കോയുടെ പ്രതിമ നിർമ്മിച്ച ശില്പിയുടെ ചെറുമകനാണ് പിന്നീട് ആ ശില്പം നിർമ്മിച്ചത്. നിങ്ങൾക്കിഷ്ടമായോ
ഹച്ചിക്കോയുടെ കഥ. ഇനി അടുത്ത കഥ അടുത്ത ദിവസം.